പ്രൈസ് ദി ലോർഡ്. വി ഷെയ്ഡിൻ്റെ എല്ലാ പ്രേക്ഷകരോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയെയും സ്വാഗതത്തെയും അറിയിക്കട്ടെ. നീണ്ട വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടക്കവേ ഒരു ദർശനത്തിൽ പരിശുദ്ധാത്മാവ് എന്നോടൊരു കാര്യം ചോദിച്ചു. ഞാൻ ആ ദർശനത്തിൽ കാണുന്നത് ന്യൂഡൽഹിയിലുള്ള ഇന്ത്യയുടെ ബേസ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നതായിട്ടാണ്. എല്ലാ ഗവൺമെൻറ്റുകൾക്കും തന്നെ പട്ടാളക്കാരെ ശുശ്രൂഷിക്കേണ്ടതിന് ചില പ്രത്യേക ആശുപത്രികളുണ്ട്. മുറിവേറ്റ ഭടന്മാരെ വേഗത്തിൽ ചികിത്സിക്കേണ്ടതിനും അവരുടെ മുറിവുകൾ കുത്തിക്കെട്ടി അവർക്ക് സൗഖ്യം വരുത്തി വേഗത്തിൽ അവരെ ഫീൽഡിലേക്ക് മടക്കി അയക്കേണ്ടതിനും ഇന്ത്യയിലെ ഏറ്റവും പരിചയസമ്പന്നരായ ഡോക്ടേഴ്സിനെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് ഡൽഹിയിലുള്ള ബേസ് ഹോസ്പിറ്റൽ. എൻ്റെ ദർശനത്തിൽ ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായും എൻ്റെ ഭാര്യ അതിനകത്ത് അഡ്മിറ്റായി കിടക്കുന്നതായും കണ്ടു. പെട്ടെന്ന് ഒരു ചോദ്യം എന്നോട് ഒരാൾ ചോദിച്ചു. ആരോ ഒരാൾ, മുറിവേറ്റ ഭടന്മാരെ ചികിത്സിക്കേണ്ടതിന് ലോകത്തിന് ബേസ് ഹോസ്പിറ്റലുകളുണ്ട്. എൻ്റെ ഭടന്മാരിൽ ഒരുവന് മുറിവേറ്റാൽ ചോദിക്കാൻ ആരുമില്ലേ? അത് രണ്ട് സാമ്രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നാൽ ഭടന്മാർക്ക് മുറിവേൽക്കും എന്നത് പരസ്യമാണ്. ഈ ദിവസങ്ങളിൽ നന്നായി അറിയാം, കൊല്ലപ്പെട്ടവരുടെ സംഖ്യയാണ് ഈ ദിവസങ്ങളിൽ സാധാരണ പറയാറുള്ളത്. കാരണം മുറിവേൽക്കുന്നവർ അതിനേക്കാൾ വളരെ കൂടുതലാണ്. കൊല്ലപ്പെട്ടവരെ തിരിച്ച് ചികിത്സിക്കുവാൻ ലോകത്തിൻ്റെ ആശുപത്രികൾക്ക് കഴിയുകയില്ല. എന്നാൽ മുറിവേറ്റവരെ ചികിത്സിച്ച് സൗഖ്യമാക്കി തിരികെ അയക്കുവാൻ കഴിയും. ലോകത്തിൻ്റെ ഭാഷയിൽ അതിന് എന്തു പറഞ്ഞാലും ദൈവത്തിന് എന്നോട് ചോദിക്കാനുണ്ടായിരുന്ന ഒരു ചോദ്യം, ഈ ലോകത്തിൻ്റെ പട്ടാളത്തിനൊക്കെയും ഇതുപോലെ ഓരോ ബേസ് ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ എൻ്റെ ഭടന്മാരിൽ ഒരുവന് മുറിവേറ്റാൽ ചോദിക്കാൻ ആരുമില്ലേ? അതിനുവേണ്ടിയും ആള് വേണം. തുടർന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെയുള്ള ഭടന്മാരെ, ക്രിസ്തുയേശുവിൽ നിന്നവരും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ക്രിസ്തു നിമിത്തം മുറിവേറ്റവരുമായ സഹോദരന്മാരെ, മുറിവേറ്റവരെ ചികിത്സിക്കേണ്ടതിന് ഒരു ഉത്തരവാദിത്വം എൻ്റെ മേൽ തരികയും ഞാൻ അന്നു മുതൽ അത് ചെയ്തു വരികയും ചെയ്യുന്നു. ഭടന്മാരായി യുദ്ധം ചെയ്യാൻ പോകുന്നവർക്ക് മുറിവേൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. യുദ്ധരംഗത്ത് അല്ലാതെ മുറിവേറ്റവരെ ചികിത്സിക്കാൻ മറ്റ് ആശുപത്രികളുണ്ട്, അവരുടെയും ജോലിയാണ്. പക്ഷേ എന്നെ ഏൽപ്പിച്ചത് അതിലൊന്നല്ല, ഒരു ബേസ് ഹോസ്പിറ്റലാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിച്ചവരും മുറിവേറ്റവരുമായ ആരെങ്കിലുമൊക്കെ ഇന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം കിടക്കകളിലായി പോയെങ്കിൽ അങ്ങനെയുള്ളവരോട് സമാധാനത്തിൻ്റെ വാക്ക് പറയുവാനും അവരെ മുറിവ് കിട്ടുവാനും കർത്താവ് എനിക്കൊരു പ്രത്യേക ഉത്തരവാദിത്വം തന്നത് ഞാൻ നന്നായി അറിയുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് സഹോദരന്മാരിൽ ചിലർക്ക് ആ വി ഷീൽഡ് എന്ന ആശയത്തിൽ ഒരു ചാനൽ നിർമ്മിക്കുവാനും അതിനോട് ചാനൽ പ്രവർത്തിപ്പിക്കുവാനും അതിനോട് ചേർന്ന് ദൈവദാസന്മാരെ സഹായിക്കുവാനും പൈശാചിക ശക്തികളാൽ മുറിവേറ്റവരെ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുവാനും ഒരു ആഹ്വാനം തന്നത്. ചിലരെന്നോട് ചോദിക്കാറുണ്ട്, കറുത്തതൊക്കെ വെളുപ്പിക്കാനാണോ നിൻ്റെ ശ്രമം? അല്ല സഹോദര, കറുത്തത് വെളുപ്പിക്കുന്നതിനെക്കുറിച്ച് യുദ്ധരംഗത്ത് പരിചയമില്ലാത്ത അങ്ങേക്ക് അറിവില്ല. പക്ഷെ യുദ്ധരംഗത്ത് പരിചയമുള്ളവർക്കറിയാം, മുറിവേറ്റ ഭടനെ ചികിത്സിച്ചേ മതിയാകും. അവൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ല മുറിവേറ്റത്, രാജ്യത്തിന് വേണ്ടിയാണ്. ചിലപ്പോൾ യുദ്ധം ചെയ്യുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ചില്ലറ പാകപ്പിഴകൾ ഉണ്ടായിപ്പോയി എന്നിരിക്കാം. എങ്കിലും മുറിവേറ്റവനെ ചികിത്സിക്കുന്നത് രാജ്യത്തിൻ്റെ കടമയാകയാൽ സ്വർഗീയ സാമ്രാജ്യത്തിന് വേണ്ടി മുറിവേറ്റ ഭടന്മാരെ ചികിത്സിക്കുന്നതും സ്വർഗീയ സാമ്രാജ്യത്തിൻ്റെ പരിപാടിയിൽ പെട്ടതാകയാൽ ഗവൺമെൻറ് തന്നെ ആക്കിയിട്ടുള്ള ഹോസ്പിറ്റലുകളും ഗവൺമെൻറ് തന്നെ ആക്കിയിട്ടുള്ള ഡോക്ടേഴ്സും ഗവൺമെൻറ് ആക്കിയിട്ടുള്ള നഴ്സസും ഗവൺമെൻറ്റിൻ്റെ മരുന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ആത്മലോകത്തിൽ മുറിവേറ്റ ചിലരെ സഹായിക്കുവാൻ കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടു. ഈ സമയത്താണ് സഭയ്ക്കകത്തു നിന്ന് ചില സഹോദരന്മാർ, സഭയ്ക്ക് വെളിയിൽ നിന്ന് പല സഹോദരന്മാരും, ഏറെക്കുറെ ഒരേ ആശയങ്ങളുള്ളവരും ആത്മാവിൽ ഐക്യമുള്ളവരുമായ സഹോദരന്മാർ ഇതിനുവേണ്ടി നാം എന്തെങ്കിലും ചെയ്യുന്നത് പ്രയോജനപ്പെടും എന്നൊരാശയം പറയുകയും അങ്ങനെ മുറിവേറ്റ ഭടനെ ചികിത്സിക്കുക എന്ന ആശയത്തോടെ വി ഷീൽഡ്, ചിലതിനെ ഷീൽഡ് ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരു കൃപ തരികയും ചെയ്തത്. ഈ ചാനൽ എൻ്റെ വകയല്ല. ആരോ ഇത് ഓൺ ചെയ്യുന്നു, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരോ ഇതിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നു, അവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവരോട് ചേരുവാനും സഹകരിക്കുവാനും കഴിവുള്ള സമയത്തൊരാശയം പറയുവാനും കർത്താവ് എനിക്ക് തരുന്ന കൃപ ഉപയോഗിക്കുവാനും ഞാൻ തന്നെ താല്പര്യപ്പെടുന്നു. പ്രാരംഭത്തിങ്കൽ വ്യക്തിപരമായി എനിക്ക് മുറിവേറ്റിരുന്നതിനാൽ
അനേക ചോദ്യങ്ങൾ സഹോദരന്മാർ എന്നോട് ചോദിക്കുകയും അതിനൊക്കെയും മറുപടി ഞാൻ തന്നെ പറയുകയും ചെയ്തു. തുടർന്ന് മറ്റൊരു ചിലരുടെയും കൂടെ പേരുകൾ എടുക്കണം എന്നെനിക്ക് താല്പര്യമുണ്ട്. ഇന്ന് ഒരു പൊതു ആശയത്തിലേക്ക് പോകുവാനും ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഒരു ഭടനെ യുദ്ധരംഗത്താക്കുമെങ്കിൽ അവൻ്റെ കയ്യിൽ ആയുധങ്ങൾ ഏൽപ്പിച്ചായിരിക്കും യുദ്ധരംഗത്താക്കുന്നത്. അവൻ്റെ കയ്യിൽ ചില അതോറിറ്റികൾ, അധികാരങ്ങൾ കൊടുത്തായിരിക്കും അവനെ യുദ്ധരംഗത്താക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, അല്ല കൃത്യം പോലെ അറിയാവുന്നവരുടെ വായിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു കമ്മീഷൻ ഓഫീസർക്ക് കമ്മീഷൻ കൊടുക്കുമ്പോൾ ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് ഒപ്പിട്ടതായ ഒരു കത്ത് കമ്മീഷൻ ഓഫീസേഴ്സിന് കൈമാറുമായിരുന്നു പോലും. അതിൻ്റെ വാചകങ്ങൾ ഇങ്ങനെയായിരിക്കും: തക്ക സമയത്ത് ഒരു നിയമം തിരുത്തുവാനും നിലവിലുള്ള നിയമത്തെ ലംഘിക്കുവാനും അത്യാവശ്യമെങ്കിൽ ഒരു നിയമം സൃഷ്ടിക്കുവാനും അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ നിന്നെ ചുമതലപ്പെടുത്തുവാൻ ചക്രവർത്തിക്ക് മനസ്സായിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ കമ്മീഷൻ അധികാരം ഉപയോഗിക്കുന്നത്. യു ആർ ഹിയർ ബൈ ഓതറൈസ്ഡ് ബൈ ദ ക്രൗൺ ടു മേക്ക് ഓർ ബ്രേക്ക് എ ലോ വേറെവർ ഇറ്റ് ഡീംസ് നെസസറി. അത്യാവശ്യം വരുന്ന ഒരു സന്ദർഭത്തിൽ ഒരു നിയമത്തെ പെട്ടെന്ന് മാറ്റണമെങ്കിൽ മാറ്റുവാനും, ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടുവാൻ, പാർലമെൻറ്റിൽ ആലോചിക്കുവാൻ, പഞ്ചായത്തിൽ പ്രസൻറ്റ് ചെയ്യുവാൻ ഒന്നും യുദ്ധരംഗത്ത് നിൽക്കുന്ന ഒരു കമ്മീഷൻ ഓഫീസർക്ക് സമയമില്ല. അദ്ദേഹം സെക്കൻഡുകൾ കളയാതെ തീരുമാനമെടുത്തേ മതിയാകൂ. അതിനൊരധികാരം ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് ഏൽപ്പിക്കുന്നതിനെയാണ് കമ്മീഷൻ എന്ന് വിളിച്ചത്. യേശുവിൻ്റെ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്ന പലർക്കും നിന്ന് പ്രവർത്തിക്കുവാൻ ആവശ്യമുള്ള ഗൈഡ് ലൈൻസുകൾ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനം മാത്രമാണ്. ദൈവിക ഭരണഘടന അതാ. എന്നാൽ ആ തിരുവഴുത്തിൻ്റെ പ്രമാണത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ചില നിയമങ്ങൾ ഉണ്ടാക്കുവാൻ ചില അതോറിറ്റികൾ, അധികാരങ്ങൾ ദൈവം ദൈവദാസന്മാർക്ക് കൈമാറിയിട്ടുണ്ട് എന്ന ആശയം ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ അധികാരം, നിങ്ങളുടെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ട അധികാരം എന്ന് ഇതിന് പേര് കൊടുക്കുവാൻ കഴിയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ 11 ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവരോട് യേശു കൽപ്പിച്ചു. അവരോട് യേശു കൽപ്പിച്ച മലയ്ക്ക് അവർ പോയി. അവിടെ ചെന്നപ്പോൾ ചിലർ സംശയിച്ചു, ചിലർ യേശുവിനെ നമസ്കരിച്ചു. യേശു കൽപ്പിച്ച മലയിൽ കൽപ്പനയ്ക്കനുസരിച്ച് വന്നവരിൽ പോലും ചിലർ സംശയിക്കുന്നവരായിരുന്നു. എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്നവരായിരുന്നില്ല. മരിച്ചുപോയ യേശുവിനെ കുഴിച്ചിടുന്നത് വരെ അവർ നന്നായി കണ്ടതാണ്. മരിച്ചടക്കപ്പെട്ടവനായി ഒരുവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ അന്ന് വരെയുള്ള സംസ്കാര സംഗതികൾക്കുള്ളിൽ അത് വിശ്വസിക്കുന്നത് എളുപ്പമല്ലാത്തതിനാൽ ചില ശിഷ്യന്മാർ അത് വിശ്വസിക്കാതെ വന്നു. അതുകൊണ്ട് യേശു അവരെ വിളിച്ചെടുത്തവർ വന്നെങ്കിലും പൂർണ്ണ വിശ്വാസത്തോടെ അല്ല, ഭാഗികമായ വിശ്വാസത്തോടെ അവർ വന്നു. യേശു അവരോട് അടുത്തിയെന്ന് അന്ത്യകൽപ്പന എന്നറിയപ്പെടുന്ന, ഗ്രേറ്റ് കമാൻഡ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്ന ആ വലിയ കൽപ്പന യേശു അവർക്ക് കൊടുത്തു. ആ ഗ്രേറ്റ് കമ്മീഷൻ ദൈവം അവരെ ഭരമേൽപ്പിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. 19 വാക്യം ആരംഭിക്കുമ്പോൾ ആകയാൽ എന്നൊരു പദത്തോടെയാണ് ആരംഭിക്കുന്നത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. തിരുവചനത്തിൽ ഇപ്രകാരമുള്ള ചില പദങ്ങളോടെ ആരംഭിക്കുന്ന വാക്യങ്ങൾക്ക് അല്പം വിശദീകരണം കൊടുത്ത് പഠിക്കേണ്ടതിനു വേണ്ടി ആദ്യവാചകം എടുക്കേണ്ടിയിരിക്കുന്നു. ആകയാൽ. അനന്തരം എന്ന പദം കൊണ്ട് ആരംഭിക്കുന്ന വാക്യങ്ങളുണ്ട്. ആകയാൽ എന്ന പദം കൊണ്ട് ആരംഭിക്കുന്ന വാക്യങ്ങളുണ്ട്. അതിൻ്റെ ഒക്കെയും പിൻപിൽ എന്തോ ചെറിയൊരു ചരിത്രമുണ്ട്. അതറിയാതെ നമുക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാകുകയില്ല. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. എന്താകയാൽ? യേശുവിന് പറവാനുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുക. എവിടെ നിന്നാണ് ഈ അധികാരം യേശുവിന് ലഭിച്ചത്? ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുത്തവനായ യേശുവിനോട് കഴിഞ്ഞകാല നിത്യതയിൽ ഒരു ചോദ്യം മുഴങ്ങിക്കേട്ടു. നാം ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു പറഞ്ഞതുപോലെ നമുക്ക്, നമ്മെ, ആർ എന്നിത്യാദി പദങ്ങൾ വരുന്നത് കൊണ്ട് ദൈവത്തെ ഒറ്റ വ്യക്തിത്വമായിട്ടല്ല, പകരം ദൈവത്തെ ത്രിയേക രൂപത്തിലാണ് തിരുവചനം പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകും. നാം ആരെ അയക്കേണ്ടു? യെശയ്യാവിൻ്റെ പുസ്തകം 6 അധ്യായത്തിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. അനന്തരം യഹോവയുടെ ചോദ്യമാണിത്. നാം ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തു, തൃത്വത്തിൽ രണ്ടാമനായവൻ, അടിയനെ അയക്കണമേ, അടിയൻ പോകാമെന്ന് പിതാവിൻ്റെ മുമ്പിൽ സമ്മതിക്കുകയും സത്യം ചെയ്തതുകൊണ്ട് ഛേദം വന്നാലും മാറാതെ ക്രൂശ് മരണം വരെ സകലതും നമുക്ക് വേണ്ടി സഹിക്കുകയും ചെയ്തു.
ആ ക്രൂശ് മരണം സഹിച്ചവനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ കന്യകമറിയമിലൂടെ ജനിക്കുകയും യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുകയും ചെയ്ത കഴിഞ്ഞ സാഹചര്യത്തിൽ പിതാവാം ദൈവം തന്നെ ആത്മാവിനാൽ യേശുവിനെ അഭിഷേകം ചെയ്തു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ മേൽ അധികാരം കൈമാറപ്പെടുന്ന ആ രംഗമാണ് ഞാൻ തൊടുന്നത്. ഇത് ഞാൻ കേട്ടിട്ടുള്ളതും ഞാൻ എൻ്റെ 80-ാമത്തെ വയസ്സിലാണ്. എൻ്റെ 12-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടത് മുതൽ ഇന്നുവരെ ഒരു ദിവസമെങ്കിലും മണിക്കൂറെങ്കിലും വൃഥ കളയാതെ, ആവശ്യമില്ലാത്തതിനും പ്രയോജനപ്പെടാത്തതിനും സമയം ചെലവഴിക്കാതെ, എന്നും പ്രയോജനപ്പെടുവാൻ കഴിയുന്നതും ആവശ്യമുള്ളതുമായ സന്ദേശങ്ങൾ അറിവുള്ളവരിൽ നിന്ന് കേൾക്കുവാൻ അവസരം ലഭിച്ചിടത്തോളം അവസരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് യഹൂദന്മാരുടെ ഇടയിലുള്ള ചില പാരമ്പര്യ തത്വങ്ങൾ. ഒരപ്പന് പല മക്കളുണ്ടെങ്കിലും അതിനകത്ത് അപ്പൻ ഏറ്റവും പ്രിയപ്പെട്ടവനായ ഒരു മകൻ്റെ കയ്യിൽ അധികാരം കൈമാറുന്ന ഒരു സമ്പ്രദായം യഹൂദന്മാരുടെ ഇടയിലുണ്ട്. ആ മകൻ്റെ പരുവത്തിനുള്ള ഒരു കുപ്പായം ഉണ്ടാക്കി ആ കുപ്പായം അവനെ ഇടിവിപ്പിച്ച് അവൻ്റെ മേൽ അധികാരം കൈമാറുന്ന ഒരു രംഗം അക്കാലത്തെ ഇസ്രയേലിൽ ഉണ്ടായിരുന്നു പോലും. ഒരമ്മ ഒരു കുഞ്ഞിനെ ജനനം കൊടുത്താൽ അമ്മയുടെ വകയാണ് കുഞ്ഞ്, അപ്പൻ്റെ വകയല്ല. അതിൻ്റെ ചെറിയ പ്രായത്തിൽ അതിനെ വളർത്തുന്നതിൻ്റെ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ അമ്മയ്ക്കുള്ളതാണ്. അമ്മയുടെ വകയാണ് കുഞ്ഞുങ്ങൾ. നിശ്ചയമായും അപ്പൻ ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്വരഹിതമായി പ്രവർത്തിപ്പാൻ ഒരപ്പനും അനുവാദമില്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ ചെറിയ പ്രായത്തിലെ പ്രധാന ചുമതലകൾ നടത്തുന്നത് അമ്മയാകയാൽ അമ്മയുടെ വകയാണ്. എന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് പ്രായപൂർത്തിയായി ഏറെക്കുറെ 30 വയസ്സൊക്കെ ആകുമ്പോൾ, ഏറെക്കുറെ 30 വയസ്സ് പ്രായപൂർത്തിയായി കാര്യങ്ങൾ ചെയ്യുവാൻ കാര്യപ്രാപ്തിയായി എന്ന് പിതാവിന് തോന്നുമ്പോൾ താൻ ഏറ്റവും സ്നേഹിച്ചതായ മകൻ്റെ കയ്യിൽ അധികാരം കൈമാറേണ്ടതിന് ആ മകനെ വിളിച്ചു വരുത്തും. ഇന്ന് നമ്മുടെ ഇടയിലുള്ള ഒരു വിവാഹ നിശ്ചയം പോലെയോ ഏറെക്കുറെ ഒരു വിവാഹം പോലെയോ ഒരു ചെറിയ ചടങ്ങ് സംഘടിപ്പിക്കുകയും അയൽവക്കക്കാരും അഭ്യുദയകാംക്ഷികളുമായ ആളുകളെ ആ ചടങ്ങിന് വേണ്ടി വിളിച്ചു വരുത്തുകയും ആ ചടങ്ങിൻ്റെ നടുവിൽ ഇന്നു മുതൽ എൻ്റെ ഈ മകനായിരിക്കും എനിക്ക് പകരം അധികാരം നടത്തുന്നത് എന്ന് പറഞ്ഞ് ആ മകനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവനെ ഒരു പുതിയ അങ്കി, അവൻ്റെ അളവിൽ തയ്ച്ചിരുന്ന ഒരു പുതിയ അങ്കി അവനെ ധരിപ്പിക്കുകയും ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. യഹൂദബാലകന്മാർ ധാരാളം പഠിച്ചിരുന്ന സ്കൂളുകളിലും ബൈബിൾ സ്കൂളുകളിലും ചേർന്ന് പഠിച്ചവരിൽ നിന്നാണ് ഞാൻ ഈ ആശയങ്ങൾ കേട്ടിട്ടുള്ളത്. അവരിൽ നിന്നാണ് ഈ ആശയങ്ങൾ മനസ്സിലാക്കിയത്. നമ്മുടെ ജോസഫിന് ഇതുപോലൊരു അവസരമുണ്ടായിരുന്നു. യാക്കോബ് ഒരു പുതിയ അങ്കി അദ്ദേഹത്തെ ധരിപ്പിച്ചു. എ കോട്ട് ഓഫ് മെനി കളേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പല നിറത്തിലുള്ളതായ തുണികൾ ചേർത്ത് ഒരു കുപ്പായം തയ്പ്പിച്ച് ആ കുപ്പായമായിരുന്നു ജോസഫിനെ അണിയിച്ചത്. ഇത് പ്രിയപ്പെടുന്ന മകന് കൊടുക്കുന്നതായ വസ്ത്രമാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവനാണ് കുടുംബത്തിൻ്റെ അധികാരി. ഇതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ഇതര സഹോദരങ്ങൾക്ക് അവനോട് വൈരാഗ്യമുണ്ടായതും അസൂയ ഉണ്ടായതും. ഒരുവൻ്റെ മേൽ അധികാരം അപ്പൻ കൊടുത്തതുകൊണ്ട് തൻ്റെ മറ്റുള്ളവർക്ക് അവനോട് അസൂയ തോന്നി. ഇവൻ്റെ സ്വപ്നങ്ങൾ എന്താകും, ഇവൻ്റെ ദർശനങ്ങൾ എന്താകും, ഇവൻ്റെ ജീവിതം എന്താകും എന്നൊന്ന് കാണുവാൻ, വേറൊരു ഭാഷയിൽ അവൻ്റെ ദർശനങ്ങളെ ഇല്ലാതെയാക്കുവാൻ, അവൻ്റെ ജീവിത നന്മകളെ ഇല്ലാതെയാക്കുവാൻ സഹോദരന്മാർ തീരുമാനിക്കുകയും ആകയാൽ അവസരം ലഭിച്ചപ്പോൾ അവനെ കൊല്ലുവാൻ താല്പര്യപ്പെട്ടെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നാകയാൽ അവനെ മിസ്രയീമിലേക്ക് വിറ്റ ശേഷം അവൻ്റെ അങ്കി കീറി അപ്പൻ്റെ കയ്യിൽ തിരികെ കൊടുക്കുകയും ചെയ്ത സംഭവങ്ങൾ നമുക്കറിയാം. ഇതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റു. പിതാവിൻ്റെ കൽപ്പന ആജ്ഞ ശിരസ നിർവഹിച്ച് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ആത്മാവ് പ്രാവുന്നതുപോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരികയും യേശുവിൻ്റെ മേൽ ആവസിക്കുകയും ചെയ്തു. കൃത്യ അളവിന് തയ്പ്പിച്ചെടുത്ത ഒരു കുപ്പായം പോലെ ആത്മാവ് യേശുവിനെ പൂർണ്ണമായി നിമജ്ഞനം ചെയ്തു. യേശുവിൻ്റെ മേൽ പൂർണ്ണമായിരുന്നു. പ്രാവെന്ന രൂപത്തിൽ വെളിപ്പെട്ടു വന്നെങ്കിലും പിന്നെ ഒരിക്കലും യേശുവിൻ്റെ മേലൊരു പ്രാവിരിക്കുന്നതായി ആരും കണ്ടിട്ടില്ല. യേശു പ്രവർത്തിച്ചത് മുഴുവനും ദൈവാത്മാവിലായിരുന്നു. പക്ഷേ ദൈവാത്മാവ് അദൃശ്യമായ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ആവസിച്ചിരുന്നു. ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ പ്രവർത്തിക്കുന്നവരായ ദൈവമക്കൾ അവരിൽ വ്യാപരിക്കുന്ന ദൈവിക ശക്തിയെ അവരുടെ മീതെ ധരിച്ചുകൊണ്ട് അവർ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നു, കർത്താവിന് വേണ്ടി പോരാടുന്നു. അവർ അധികാരം വഹിക്കുന്നവരാണ്, പരിശുദ്ധാത്മാവിനെ വഹിക്കുന്നവരാണ്. ഈ അധികാരം യേശുവിന് ലഭിച്ചത് യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ നിന്ന് സ്നാനപ്പെട്ട് എഴുന്നേൽക്കുമ്പോൾ സ്വർഗം തുറന്ന് പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ബന്ധമാണ്. ആ അവസരത്തിലാണ് തൻ്റെ മേൽ അധികാരം പകർന്നത്. യേശു തന്നെ എടുത്തു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അധികാരം നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ പുറപ്പെടുക, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. 2 പദങ്ങളിലൂടെ ഇവിടെ ചേർത്ത് പറഞ്ഞു പോയാൽ അത് പ്രയോജനമായിരിക്കും. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചു എന്ന് ഘോഷിക്കണം.
ഇതര വാക്യങ്ങളും കൂടെ ചേർത്ത്, ഇതര മത്തായിയുടെ പുസ്തകത്തിൽ നിന്നും മറ്റും ചേർത്താണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ പോകുമ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കണം. നിങ്ങൾ പോകുമ്പോൾ സകലവിധ രോഗവും വ്യാധിയും സൗഖ്യമാക്കണം. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചു എന്ന് ഘോഷിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നാണ് അവരോട് പറഞ്ഞത്. അവർ ഇത് കേട്ടുടനെ ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, അല്ലെങ്കിൽ ആ ചോദ്യ സൂചകമായി യേശുവിനെ അവർ നോക്കി, കർത്താവേ, അങ്ങ് ഞങ്ങളോടുകൂടെ ഉണ്ടോ? യേശുവിൻ്റെ മറുപടി, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഒരല്പം കൂടെ വിശദീകരണത്തിലേക്ക് ഞാൻ അവിടെ പോകട്ടെ. സന്ദർഭോചിതമായി ഞാനത് വിശദീകരിക്കുന്നത് മാത്രം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായ പ്രകാരം യേശു ക്രിസ്തു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനപ്പെടുത്തി. യേശു ശിഷ്യന്മാരുമായി നടന്ന് അവരെ സ്നാനം പഠിപ്പിച്ചു എന്നാണ് എൻ്റെ വിശദീകരണം. ഞാൻ വെള്ളത്തിലിറങ്ങി നിന്ന് സ്നാനപ്പെടുത്തുന്ന സമയത്ത് എൻ്റെ കൂട്ടു സഹോദരന്മാരെ സ്നാനപ്പെടുത്തുവാൻ അഭ്യസിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എങ്ങനെയോ ദൈവം തന്ന ഒരു കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തെങ്കിൽ നിന്ന് നേരിട്ട് ഈ ശുശ്രൂഷ പഠിക്കുവാൻ കർത്താവ് എനിക്ക് ഇടയാക്കി. നിശ്ചയമായും എനിക്ക് മുൻമേ സ്നാനപ്പെടുത്തിയിരുന്ന അനേക ഭക്തന്മാർ, അനേക പിതാക്കന്മാർ സ്നാനപ്പെടുത്തുന്നത് കണ്ടാണ് ഞാൻ പകർത്തിയത്. പക്ഷെ 1-ാമത്തെ സ്നാനം നടക്കുന്നത് മുതൽ എൻ്റെ അറിവോളം തെറ്റൊന്നും കൂടാതെ സ്നാനങ്ങൾ നടന്നെങ്കിലും പലരോടും സ്നാനപ്പെടുത്തുവാൻ ആവശ്യപ്പെടുമ്പോൾ ഇതുപോലെ ഒരു കോളിംഗ് ദൈവത്തെങ്കിൽ നിന്നില്ലാത്തവരാണെങ്കിൽ സ്നാനത്തിൻ്റെ സമയത്ത് ചില അപാകതകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, വെള്ളത്തിലേക്ക് നിമഗ്നമാകുന്ന വ്യക്തി മുഴുവനും മുങ്ങാതെ പകുതി കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. പകുതിയല്ല, അല്പം മുങ്ങാതെ കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ കണ്ടതുകൊണ്ട് ബഥേൽ ചർച്ചിൽ നിന്ന് ഇറങ്ങുന്ന ശുശ്രൂഷകന്മാർ അവർ നിശ്ചയമായും കഴിവുള്ളവരായിരിക്കണം എന്ന താല്പര്യത്തിൽ ദൈവഹിതപ്രകാരം ദൈവത്തോട് ചോദിച്ചും പ്രാർത്ഥിച്ചും അങ്ങനെയുള്ളവരെ ചില ശുശ്രൂഷകന്മാരെ സ്നാനപ്പെടുത്തുവാൻ പഠിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും സ്നാനത്തെക്കുറിച്ച് പഠിക്കുവാൻ വന്ന എൻ്റെ സഹശുശ്രൂഷകനും സ്നാനപ്പെടുവാൻ വരുന്ന വ്യക്തിയും രണ്ടുപേരും എൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ സഹശുശ്രൂഷകൻ സ്നാനപ്പെടുവാനുള്ള വ്യക്തിയെ മുക്കി പൊക്കിയെടുക്കും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ആദ്യത്തെ ആളിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് മുക്കുകയും ആ വ്യക്തി പൂർണ്ണമായും മുങ്ങാതെ, എനിക്ക് തോന്നുന്നത് തലയുടെ പകുതി മൂക്കിന് താഴെ വരെ മാത്രമേ മുങ്ങിയുള്ളൂ. കാര്യം ആൾ റെസിസ്റ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് മുങ്ങാതെ എഴുന്നേറ്റു വന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് 2-ാമത്തെ പ്രാവശ്യം അദ്ദേഹത്തെ തന്നെ സ്നാനപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. 2-ാമത്തെ പ്രാവശ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം പറയാതെ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് മുക്കി. കാര്യം 1-ാമത് കിട്ടിയ ഒരു ചെറിയ ഭയം അദ്ദേഹത്തെ ബാധിച്ചു. മാത്രവുമല്ല, അനേകർ കണ്ടുകൊണ്ട് വട്ടം നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു സങ്കോചവും തനിക്കുണ്ടായി. 2-ാം പ്രാവശ്യം മുഴുവനും മുങ്ങിയെങ്കിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ഉപയോഗിക്കാഞ്ഞതിനാൽ സ്നാനം ഇൻകംപ്ലീറ്റ് ആണ് എന്ന് വിധിക്കുകയും 3-ാം പ്രാവശ്യം സ്നാനപ്പെടുത്താൻ പറയുകയും ചെയ്തു. ഇതുപോലെ പലരെയും സ്നാനപ്പെടുത്തുവാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ യേശുവും ചെയ്തത് ഇതുപോലെ ഒന്നായിരിക്കാം. മത്തായിയെയും മർക്കോസിനെയും യോഹന്നാനെയും ഒക്കെ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് മത്തായിയോട് പറഞ്ഞു യോഹന്നാനെ സ്നാനപ്പെടുത്താൻ പറഞ്ഞു. മത്തായി യോഹന്നാനെ സ്നാനപ്പെടുത്തി അപാകതകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തു. യോഹന്നാനോട് പറഞ്ഞു മത്തായിയെ സ്നാനപ്പെടുത്താൻ പറഞ്ഞു. മത്തായിയെ സ്നാനപ്പെടുത്തി എന്തെങ്കിലും ബലഹീനതകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് യേശു ശിഷ്യന്മാരുമായി നടന്ന് അവരോട് ചേർന്ന് സ്നാനം നടത്തിക്കൊണ്ടിരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ വരുമ്പോൾ യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന വർത്തമാനം പരീശന്മാരുടെ അടുക്കൽ എത്തിയപ്പോൾ അടുത്തൊരു കൊച്ചു ബ്രാക്കറ്റിൽ ഒരു ക്ലോസ് കൊടുത്തിട്ടുണ്ട്. യേശു സ്നാനപ്പെടുത്തിയില്ല, ശിഷ്യന്മാരാണ് സ്നാനപ്പെടുത്തിയത് എന്ന അർത്ഥത്തിൽ. ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനപ്പെടുത്തിയില്ല താനും. ഇത് എന്നത്തെ ചരിത്രമാണ് പറയുന്നത്? ഈ വർത്തമാനം പരീശന്മാരുടെ അടുക്കൽ എത്തിയ ശേഷമാണ്. യേശു ഇന്നൊരുത്തനെ സ്നാനപ്പെടുത്തി, 2 പേരെ സ്നാനപ്പെടുത്തി, ശിഷ്യന്മാരോട് ചേർന്ന് ഒരു ഗ്രൂപ്പ് ആളുകളെ സ്നാനപ്പെടുത്തി, യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് ആളുകളെ സ്നാനപ്പെടുത്തി. ഈ വർത്തമാനം പറഞ്ഞ് ഈ പരീശന്മാരുടെ അടുക്കൽ വരെ എത്തുകയും അവിടെ നിന്ന് ആളുകൾ വരികയും ചെയ്തപ്പോൾ ചിലപ്പോൾ ഒരു ദിവസമോ ചിലപ്പോൾ 2 ആഴ്ചയോ കഴിഞ്ഞു കാണാം. ഇതിന് ശേഷമാണ് പറയുന്നത്. എന്നാൽ ആ സാഹചര്യം ആയപ്പോഴേക്കും യേശു കരയ്ക്ക് കയറി. യേശു തന്നെ സ്നാനപ്പെടുത്തിയില്ല. ഇങ്ങനെ യേശു കൊണ്ടു നടന്ന് സ്നാനപ്പെടുത്തുന്നതും
തുടർന്ന് ശിഷ്യന്മാർ സ്നാനപ്പെടുത്തുന്ന സമയത്ത് യേശു കുളക്കരയിൽ നിന്ന് അവരെ ഇൻസ്പെക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അവർക്ക് മേൽനോട്ടം വഹിക്കുന്നതുമായ ഒരു പരിപാടി അവർ കണ്ടു കാണാം. ഇതുകൊണ്ടായിരിക്കും ഇപ്പോൾ ചോദിച്ചത്, കർത്താവേ, ഞങ്ങളങ്ങനെ പോയി സ്നാനപ്പെടുത്തുമ്പോൾ അങ്ങ് എവിടെയായിരിക്കും? അങ്ങയുടെ സാന്നിധ്യം കുളക്കരയിൽ ഇല്ലാതെ ഞങ്ങൾ ഇതുവരെയും സ്നാനപ്പെടുത്തിയിട്ടില്ലല്ലോ. ഈ ചിന്തകളോടെ ആയിരിക്കാം അവർ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. യേശു അവരോട് തുടർന്ന് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. ഓരോ വ്യക്തികളെ സ്നാനപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ മഹാകരുണയാൽ പതിനായിരങ്ങളെ അല്ല അതിലും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തുവാൻ വ്യത്യസ്ത ഇടങ്ങളിൽ കർത്താവ് എനിക്ക് കൃപ തന്നു. കൊച്ചു കിണറിൻ്റെ അകത്തു മുതൽ മഹാസമുദ്രത്തിൻ്റെ അകത്തു വരെ വ്യക്തികളെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഓരോ പ്രാവശ്യം ഓരോ വ്യക്തിയെ സ്നാനപ്പെടുത്തുമ്പോഴും കുളക്കരയിൽ യേശു നിപ്പുണ്ടെന്നും അയോഗ്യമായത് എന്തെങ്കിലും എന്നിൽ കണ്ടാൽ നന്മയ്ക്ക് പകരം തിന്മയാണ്, ശിക്ഷ ഉണ്ടാകുമെന്നുമുള്ള ഭയത്തോടെയാണ് ഞാൻ സ്നാനപ്പെടുത്തുന്നത്. ഇന്നുവരെ അങ്ങനെ തുടരുവാൻ കൃപയാൽ കർത്താവ് അവസരം തന്നു. ഓൾറൈറ്റ്, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, സകല അധികാരവും എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. യേശുവിൻ്റെ കയ്യിൽ അധികാരമുണ്ട്, നിശ്ചയമായും ഉണ്ട്. പക്ഷേ മഹാപുരോഹിതന്മാർ യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28 വാക്യത്തിൽ അത് നമുക്ക് കാണുവാൻ കഴിയും. നിനക്ക് ഈ അധികാരം എവിടെ നിന്ന് ലഭിച്ചു? നിനക്ക് ഈ അധികാരം തന്നതാര്? യേശു ദേവാലയത്തിൽ ശുദ്ധീകരണം നടത്തി. യേശു കുരുടനെ സൗഖ്യമാക്കി, ചെകിടനെ സൗഖ്യമാക്കി. യേശുവിൻ്റെ കൈകൊണ്ട് അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നടന്നു. എൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞുകൊണ്ട്, ശക്തിയും അധികാരവും ഇല്ലാതെ ശുശ്രൂഷിക്കുന്ന അധികാരികളെ ചോദ്യം ചെയ്യുമ്പോൾ അവർ തിരിഞ്ഞ് യേശുവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിനക്ക് ഈ അധികാരം തന്നതാര്? യേശു അതിനൊരു തക്ക മറുപടി അന്നേരം പറയുന്നില്ല. ഞാനത് തൽക്കാലം ആ വിഷയം തൊടുന്നില്ല. യേശു അതിന് ഒരു വാക്കിൽ ഒരു മറുപടി അന്നേരം പറയുന്നില്ല. പക്ഷേ യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ള, വീര്യപ്രവർത്തനങ്ങൾ കണ്ടിട്ടുള്ള, അധികാരം കണ്ടിട്ടുള്ള മറ്റു ചില വ്യക്തികളെ കൂടെ നമുക്കൊന്ന് എടുത്തു നോക്കാം. യഹൂദന് വിരോധമായി നിന്നിരുന്ന റോമൻ പടയാളികളിൽ ഒരുവൻ, റോമൻ ശതാധിപന്മാരിൽ ഒരുവൻ യേശുവിനോട് പറയുന്ന പദം നമുക്ക് കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും ഈ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകും. റോമൻ ശതാധിപൻ പറഞ്ഞത്, യേശുവേ, അങ്ങ് സർവാധികാരിയാണ്, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് സംഭവിക്കും. ഞാൻ ഒരു ഭൃത്യനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും, വേറൊരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകും. പക്ഷേ അവരെ കൊണ്ട് ആരെ കൊണ്ട് ചെയ്യാൻ വയ്യാത്ത ചിലതൊക്കെയാണ് അങ്ങയുടെ വാക്കിന് നടക്കുന്നത്. എൻ്റെ സേനാനികളുടെ കയ്യിൽ വാളുണ്ട്, പരിചയമുണ്ട്, അവരെ അയക്കുന്നവരെ വെട്ടുവാനും തകർക്കുവാനും അവർ കഴിഞ്ഞെന്ന് വരും. പക്ഷെ അങ്ങ് അയക്കുന്നത് മനുഷ്യനെ അല്ല, സകലതിനും കഴിവുള്ള ദൂതന്മാരെയാണ്. അങ്ങോടുകൂടെ ദൂതന്മാരുണ്ട്. എൻ്റെ മകൻ മരണാസന്നമായ രോഗം പിടിച്ച് മരിച്ചുവെന്ന് പറഞ്ഞ് കിടന്നവനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുവാൻ അങ്ങയ്ക്ക് ശക്തിയുണ്ട്, അങ്ങ് സർവാധികാരിയാണ്. അയ്യോ മഹാപുരോഹിത, ഞാൻ അങ്ങയോടൊരു ഒരു വാക്ക് ചോദിക്കട്ടെ. ഈ റോമൻ പടയാളിക്ക് അങ്ങയെപ്പോലെ അല്ലല്ലോ. റോമൻ ശതാധിപൻ വലിയ അധികാരം വഹിക്കുന്നവനാണ്. അധികാരം വഹിക്കുന്നവനായ ശതാധിപൻ, തൻ്റെ റോമക്കാരൻ യേശുവിൻ്റെ പ്രവൃത്തികൾ കണ്ടുകൊണ്ട് യേശുവിൻ്റെ അധികാരത്തെ അംഗീകരിക്കുമ്പോൾ, മഹാപുരോഹിത, അങ്ങയ്ക്കിത് അംഗീകരിപ്പാൻ എന്തുകൊണ്ട് കഴിയാതെ പോയി? അയ്യോ, ഈ ലോകത്തിൻ്റെ പ്രഭു അങ്ങയുടെ കണ്ണ് കുരുടാക്കിയതല്ലേ? ഒരു ചോദ്യം ചോദിച്ചത്, അങ്ങയ്ക്ക് അധികാരമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നിക്കോദിമോസ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ തന്നെ ഒരു പ്രമാണി. ഇപ്പം ഞാൻ പറഞ്ഞത് റോമൻ ഗവൺമെൻറ്റിൻ്റെ കാര്യം, പട്ടാളക്കാരൻ്റെ കാര്യമാണ്. യഹൂദന്മാരുടെ തന്നെ ഒരു പ്രമാണി നിക്കോദിമോസ് യേശുവിനോട് പറയുന്ന പദം നമുക്ക് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ, ദൈവം അങ്ങയോടുകൂടെ ഇല്ലെങ്കിൽ ഇത് ചെയ്യുവാൻ അങ്ങയ്ക്ക് കഴിയുകയില്ല, അങ്ങയ്ക്ക് ഈ അധികാരം തരുവാൻ കാര്യം ദൈവം അങ്ങയോടുകൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവ് അങ്ങയുടെ മേൽ ആവസിച്ചിരിക്കുന്നത് പ്രാവുന്ന രൂപത്തിൽ അല്ലല്ലോ, അങ്ങയെ മുഴുവനും മൂടുന്ന കോട്ടിൻ്റെ രൂപത്തിൽ അഥവാ അങ്ങയുടെ രൂപത്തിൽ തന്നെയാകയാൽ ദൈവത്തിൻ്റെ തേജസ്സും ബഹുമാനവും അണിയിക്കപ്പെട്ട ആദാം ആരംഭത്തിൽ ഇത് നഷ്ടമാക്കിയെങ്കിൽ ദൈവം അങ്ങയെ ഏൽപ്പിച്ച അധികാരം പരിശുദ്ധാത്മാവിനെ അങ്ങ് ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അങ്ങയോടുകൂടെ ഇരിക്കുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഈ അധികാരം ചെയ്യുവാൻ ആരെക്കൊണ്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശുവിൽ ഒരധികാരമുണ്ടായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഒരു അത്തിയെ ശപിച്ചുണക്കുന്നതായ ചരിത്രം കാണുവാൻ കഴിയും. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിയിരിക്കുന്നത് അവർ കണ്ടു. കഴിഞ്ഞ ദിവസം അതുവഴി പോകുമ്പോൾ യേശു ഫലമില്ലാത്ത ഒരു അത്തിയിൽ ഫലം അന്വേഷിച്ചു ചെന്നു. ഞാൻ ആ ഭാഗം തൊടുന്നില്ല വിശദീകരണ ഭയത്താൽ.
അത്തിയുടെ അടുക്കൽ ചെന്നു. അതിൽ മേലിൽ നിന്നിൽ നിന്നാരും തിന്നാതെ പോകട്ടെ എന്ന് യേശു അതിനോട് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ശിഷ്യന്മാർ വരുമ്പോൾ, ഇല്ലെങ്കിൽ രാവിലെ ശപിച്ച അത്തിയെ അടുത്ത ദിവസം രാവിലെ കാണുമ്പോൾ, വൈകിട്ട് കാണുമ്പോൾ തേണ്ടത് മുഴുവനും ഉണങ്ങി നിൽക്കുന്നത് കണ്ടുകൊണ്ട് പത്രോസ് പറഞ്ഞ, ഗുരു, അങ്ങ് ശപിച്ചതായ അത്തി തേണ്ട വേരോടെ ഉണങ്ങി നിൽക്കുന്നു. വേരെങ്കിലും ഉണങ്ങാതെ നിന്നിരുന്നെങ്കിൽ ഭാവിയിലെങ്കിലും ആ വേരിൽ നിന്നൊരു പൊട്ടിക്കിളിപ്പുണ്ടായി അതിൽ നിന്ന് ഫലമുണ്ടായേനെ. പക്ഷെ പറഞ്ഞ ശാപവാക്ക് കട്ടിയായി പോയി. മേലിൽ നിന്നിൽ നിന്നാരും തിന്നാതെ പോകട്ടെ, അത്തി വേരോടെ ഉണങ്ങി. യേശു പറഞ്ഞൊരു പദമുണ്ട്, ആരെങ്കിലും നിന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇവിടെയും വിശദീകരണം ആവശ്യമാണ്. യേശു അവനോട് പറഞ്ഞത്, പത്രോസേ, ഇത് ഞാൻ മാത്രമല്ല, നീയും ചെയ്യും. ഞാൻ ഇന്ന് ഈ അത്തിയോട് സംസാരിച്ചു. നാളെ ഒരിക്കൽ നീ ഒരു പർവ്വതത്തോടാണ് സംസാരിക്കുന്നതെങ്കിൽ, നീ ഒരു മലയോടാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ചാടിപ്പോകും. അത്തി ഇപ്പോൾ നിന്ന നിപ്പിൽ ഉണങ്ങിയത് മാത്രമേ ഉള്ളൂ. ഈ മല ഇവിടെ നിന്ന് മാറിപ്പോക എന്ന് പറഞ്ഞാൽ മല മാറിപ്പോകും. സമുദ്രത്തിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ വീഴും. ഇവിടെ എടുത്തു പറയേണ്ടതായ ഒരു കാര്യമുണ്ട്. തൻ്റെ 21 വാക്യം മുതൽ ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. 22 വാക്യം, യേശു അവനോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ആയിരിപ്പീൻ. 23 വാക്യം, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഈ പദപ്രയോഗങ്ങളിൽ 4 പ്രാവശ്യം പറയുക എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. വിശ്വസിക്കുക എന്ന പദം 1 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. അവിശ്വസിക്കാതിരിക്കുക എന്ന പദം 1 പ്രാവശ്യം. വേറൊരു ഭാഷയിൽ വിശ്വാസം എന്ന ആശയത്തിൽ 2 വാക്കുകളും പറയുക എന്ന ആശയത്തിൽ 4 വാക്കുകളും യേശു ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കാണാം. ഒന്നുകൂടെ നമുക്ക് നോക്കാം. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ആയിരിക്കാം. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ അത്തിയോട്, ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. വലത്തെ കൈയിൽ സംശയിക്കാതിരിക്കുക എന്ന ആശയം വന്ന പദങ്ങൾ 2 പ്രാവശ്യം കണ്ടപ്പോൾ ഇടത്തെ കൈയിൽ പറയുക എന്ന പദം 4 പ്രാവശ്യം കാണുവാൻ കഴിഞ്ഞു. വിശ്വസിക്കുന്നതിൻ്റെ 4 ഇരട്ടി പ്രാധാന്യമാണ് വിശ്വാസം ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നത്. പലപ്പോഴും ധൈര്യം നമുക്ക് നഷ്ടമാകുന്നത് കൊണ്ട് പല പദങ്ങളും നമുക്ക് ഫലമില്ലാതെ കാണുന്നെങ്കിലും യേശുവിൻ്റെ അതോറിറ്റി നാം അംഗീകരിക്കുന്നുവെങ്കിൽ നമ്മെ അധികാരം ഏൽപ്പിച്ചവനാണ് യേശു. യേശു പിതാവിങ്കിൽ നിന്ന് അധികാരം ഏറ്റുവാങ്ങി. ഞാൻ യേശുവിൻ്റെ അതോറിറ്റിയെക്കുറിച്ചും നമുക്ക് കൈമാറിയതിനെക്കുറിച്ചും 2-3 ആശയങ്ങൾ തുടർന്നെടുത്ത് പറയട്ടെ. 1, ശിഷ്യന്മാർക്ക് യേശു അധികാരം കൈമാറിയത് എങ്ങനെയെന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇത് അതിപ്രധാനമായൊരു പദമാണ്. ആദാമിയ സൃഷ്ടി മുതൽ ചിന്തിച്ചു വന്നെങ്കിൽ മാത്രമേ ഈ പദം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ആദാമിനെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്ന പ്രസ്താവനകൾ നമുക്കൊന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ദൈവം അവനെ സൃഷ്ടിച്ചു, അവരെ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് കാണാം. സൃഷ്ടിച്ചു എന്ന് പറയുന്ന വാക്കിന് മൂലപദാർത്ഥങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ, അടിസ്ഥാന വസ്തുക്കൾ ഒന്നും തന്നെ ഇല്ലാതെ ശൂന്യതയിൽ നിന്നുളവാക്കി എന്ന അർത്ഥമാണ്. ദൈവം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. അഥവാ സൃഷ്ടിയുടെ മുമ്പിൽ മനുഷ്യൻ്റെ മൂലഘടകമായി മറ്റൊന്നും ദൈവം ഉപയോഗിച്ചില്ല, തൻ്റെ വാക്കുകൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പക്ഷേ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് കാണുവാൻ കഴിയും. 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ കേവലം സൃഷ്ടിയായിരുന്നു, ആകയാൽ മറ്റൊരു ബേസ് മെറ്റീരിയൽ ഇല്ലാതെ തന്നെ അവരെ തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചു എന്ന ആശയം ലഭിക്കുമെങ്കിലും 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ മനുഷ്യ സൃഷ്ടിയെങ്കിൽ, മനുഷ്യ നിർമ്മിതിയെങ്കിൽ നിലത്തെ പൊടി ഉപയോഗിച്ചു എന്ന് കാണുവാൻ കഴിയും. ഞാനിതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകത്തില്ല, സൂചന മാത്രം തരാം. സൃഷ്ടിച്ചു എന്ന് പറയുന്നത് സ്വർഗത്തിൽ നടന്ന കാര്യമാണ്. സ്വർഗത്തിൽ ദൈവം ആദമിനെയും ഹൗവയെയും തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ആ മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവം തീരുമാനിച്ചു. കാരണം അവൻ്റെ പ്രവർത്തന മണ്ഡലം ഈ ഭൂമിയിലാണ്. ഇന്ന് സ്വർഗത്തിലിരിക്കുന്ന ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി എന്നെയും നിങ്ങളെയും അവരവരുടെ ഫീൽഡുകളിലാക്കിയെങ്കിൽ നമ്മോട് ചേർന്ന് യേശു വരാതെ വണ്ണം പകരം താൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് നാം ഇവിടെ അക്കാര്യം ചെയ്യേണ്ടതിന്
ഇവിടെ നമുക്ക് ഒരു ഭവനമുണ്ടാക്കി, ഒരു പ്രവർത്തന മണ്ഡലമുണ്ടാക്കി. ഈ മനുഷ്യന് വേണ്ടി ദൈവം ഇവിടെ ഒരു ശരീരമുണ്ടാക്കി. മണ്ണുകൊണ്ടാണ്, പൊടി കൊണ്ടാണ് ആ ശരീരം ഉണ്ടായത്. ഈ ലൂസിഫറിനെ നിർമ്മിക്കുമ്പോൾ ലൂസിഫറിൻ്റെ സൃഷ്ടിയെങ്കിൽ അവനെ സകലവിധ രത്നങ്ങൾ കൊണ്ട് മൂടിയിരുന്നുവെന്ന പദം ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. അവനവൻ്റെ അഹങ്കാരത്തിലും അവൻ്റെ തേജസ്സിലും പ്രശംസിച്ചു പോയി, അങ്ങനെ അവൻ അഹങ്കരിച്ചു പോയി, അങ്ങനെയാണ് അവൻ വീണത് എന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഒരു രത്നങ്ങളുടെ ഒരു ഭാഗം പോലും ഇല്ലാതെ നിലത്തെ പൊടി കൊണ്ടവനെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് തിരിഹിതമായി. അങ്ങനെ മനുഷ്യനെ ഇവിടെ സൃഷ്ടിച്ചു. ഈ പുറം ശരീരത്തിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ സൃഷ്ടിച്ച മനുഷ്യനായ നിസ്വ ദൈവം ഊതിയെന്നാണ് പോലും ഒറിജിനൽ സ്ക്രിപ്റ്റിൽ കാണുന്നത്. എനിക്ക് ഒറിജിനൽ സ്ക്രിപ്റ്റ് വായിക്കാൻ അറിഞ്ഞുകൂടാ, പക്ഷെ അറിയാവുന്നവർ വായിച്ച് വിശദമായി പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. മനുഷ്യനെ മൂക്കിൽ ശ്വാസം ഊതി എന്ന് വായിക്കുന്ന ഭാഗത്ത് ദൈവം സ്വർഗത്തിൽ നിർമ്മിച്ചതായ ആത്മാവിനെ നിസ്വ അവൻ്റെ മൂക്കിലേക്ക് ഊതി എന്നാണ് കാണുന്നത്. അവൻ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചവനായ ദൈവം ഇപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരുടെ മേൽ ഒന്ന് ഊതി എന്നാണ് വീണ്ടും നാം കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20:21 യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ മേൽ ഊതി. ആദമിനെ ഈ പൊടിയിൽ നിന്നുണ്ടാക്കി അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതിയതുപോലെ സഹോദരന്മാരെ, എൻ്റെ ശിഷ്യന്മാരെ, നിങ്ങളുടെ കാലുകൾ കഴുകി നിങ്ങളെ വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനുള്ള വില കാൽവറിയിൽ കെട്ടിവെച്ച ശേഷം ഞാൻ നിങ്ങളുടെ മേലൊന്ന് ഊതട്ടെ, എൻ്റെ ആത്മാവിനെ പ്രാപിക്കുക, പോകുക. പിതാവ് എന്നെ അയച്ചത് ഇങ്ങനെയാണ്, പിതാവ് ആദമഹവ്വമാരെ അയച്ചത് ഇങ്ങനെയാണ്, തൻ്റെ ആത്മാവിനെ ഊതിയതിനാലാണ്. ആ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ തരികയാണ്, നിങ്ങൾ പോകുക എന്ന് പറഞ്ഞ് നമ്മെ അയച്ചു. അങ്ങനെ ക്രിസ്തുവിൻ്റെ മേൽ പകർന്നിരുന്ന അധികാരം ഒരു ഊത്തിലൂടെ കർത്താവ് നമ്മുടെ മേൽ കൈമാറിയെന്ന് ഈ ഭാഗത്ത് യോഹന്നാൻ 20-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ തിരിഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് തന്നെ എന്ന് കാണുവാൻ കഴിയും. തിരിഹിതത്തിൻ്റെ പ്രസാദപ്രകാരം പിതാവിൻ്റെ തിരിഹിതത്താലാണ് ഇത് നടന്നത്. കർത്താവിന് മഹത്വം. പിതാവിൻ്റെ തിരിഹിതപ്രകാരം യേശു നമ്മുടെ മേൽ ഊതി, നമ്മെ ദത്തെടുത്തവനായ യേശു നമ്മുടെ മേൽ അധികാരമേൽപ്പിച്ചു, നമ്മെ പറഞ്ഞയച്ചു. പുത്രൻ പിതാവിൻ്റെ ഹിതപ്രകാരം നമ്മെ പറഞ്ഞയച്ചു. ഒന്ന്, പിതാവ് നമുക്ക് ഒരു കൃപ തന്നു. ആ കൃപ യേശുവിലേക്ക് പകർന്നു. യേശു അത് നമ്മുടെ മേൽ പകർന്നു. പിതാവിൻ്റെ തിരിഹിതപ്രകാരം തന്നെ നമ്മുടെ മേൽ തന്നു. ഇങ്ങനെ പിതാവിങ്കിൽ നിന്ന് പുത്രനിലേക്കും പുത്രനിൽ നിന്ന് നമ്മളിലേക്കും പകർന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. തുടർന്ന ഭാഗങ്ങൾ നമുക്ക് വീണ്ടും ചിന്തിക്കാം. കർത്താവിന് മഹത്വം.